ഹായ് ഫ്രണ്ട്സ്, ക്ലാസ് റൂം PSCയിലേക്ക് ഏവർക്കും സ്വാഗതം. 2023 PSC ചോദിച്ച 20ഓളം ചോദ്യങ്ങളും അവയുടെ കൂടുതൽ വസ്തുതകളും അടങ്ങിയ വീഡിയോ ആണിത്. അപ്പോൾ ചോദ്യത്തിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം: ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ്? ഏതൊരു പദാർത്ഥത്തിനും അതിൻ്റെ തന്നെ അവസ്ഥ തുടരുവാനുള്ള പ്രവണതയിൽ നിന്നാണ് ചലന നിയമങ്ങൾ ന്യൂട്ടൺ പ്രസ്താവിച്ചത്? താഴെ പറയുന്നതിൽ ഏത് ഗുണമാണ്? ആൻസർ ഓപ്ഷൻ സി, ജഡത്വം. ജഡത്വം ജഡത്വം രണ്ട് തരമുണ്ട്. ചലന ജഡത്വമുണ്ട്, നിശ്ചല ജഡത്വമുണ്ട്. ചലന ജഡത്വം എന്തെന്നാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തുടരാനുള്ള ടെൻഡൻസിയെ ചലന ജഡത്വം എന്നും, ഇനി നിശ്ചല ജഡത്വം എന്തെന്ന് വെച്ചാൽ നിശ്ചലമായിട്ടിരിക്കുന്ന ഒരു വസ്തുവിന് അതേ അവസ്ഥയിൽ തുടരാനുള്ള ടെൻഡൻസിയാണ് നിശ്ചല ജഡത്വം. ഒരു വസ്തുവിൻ്റെ ജഡത്വത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ് അതിൻ്റെ മാസ്. ഒരു വസ്തുവിൻ്റെ മാസ് കൂടുമ്പോൾ ജഡത്വം കൂടുന്നു, മാസ് കുറയുമ്പോൾ ജഡത്വം കുറയുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഹൈക്കോടതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, കേരള ഹൈക്കോടതി. കേരള ഹൈക്കോടതി. KSIDCയിലേക്കുള്ള അറ്റൻഡർ എക്സാമിൻ്റെ 80ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഇതുവരെ ചെയ്തത്. ഈ 20 ചോദ്യങ്ങൾ ഉൾപ്പെടെ 80ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാ ചോദ്യങ്ങളും അടങ്ങിയ പ്ലേലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലും ഐ ബട്ടണിലും നൽകിയിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. ഏകദേശം 320ഓളം കണക്റ്റിംഗ് ഫാക്റ്റുകൾ അടങ്ങിയതാണിത്. വരുന്ന എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? സൂര്യന്റെ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ തയ്യാറെടുക്കുന്ന സ്പേസ് ക്രാഫ്റ്റിന്റെ പേര് താഴെ പറയുന്നതിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ആദിത്യ L1. ആദിത്യ L1. ആദിത്യ L1 2023 സെപ്റ്റംബർ 2 വിക്ഷേപിച്ചു. 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. PSLV XL C57 എന്ന റോക്കറ്റാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത്. PSLV XL C57 എന്ന റോക്കറ്റാണ് ഉപയോഗിച്ചത്. ഇതിന്റെ ഭാരം 1475 കിലോഗ്രാം ആയിരുന്നു. 1475 കിലോഗ്രാം. ആദിത്യ L1ന്റെ പ്രോജക്റ്റ് ഡയറക്ടർ തമിഴ്നാട് സ്വദേശിയായ നിഗർ ഷാജിയാണ്. നിഗർ ഷാജി. എന്നാൽ ഇതിന്റെ മിഷൻ ഡയറക്ടറാണ് മലയാളിയായ ഡോക്ടർ SR ബിജു. ഡോക്ടർ SR ബിജു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം? കൊതുകിന്റെ മുട്ട വിരിയുന്നതിന് എടുക്കുന്ന ദിവസം? ആൻസർ ഓപ്ഷൻ എ, 8 ദിവസം. 8 ദിവസമാണ് കൊതുകിന്റെ മുട്ട വിരിയാൻ എടുക്കുന്ന സമയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. പുകവലി മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ്. താഴെ തന്നിരിക്കുന്നതിൽ ഏതാണെന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി, ബ്രോങ്കൈറ്റിസ്. ബ്രോങ്കൈറ്റിസ്. പുകവലി മൂലം ഉണ്ടാകുന്ന മറ്റു രോഗങ്ങളാണ് ശ്വാസകോശ അർബുദം, എംഫിസിമ പോലുള്ളവ. ബ്രോങ്കൈറ്റിസ്, ശ്വാസകോശ അർബുദം, എംഫിസിമ. ബ്രോങ്കൈറ്റിസ് എന്ന് പറഞ്ഞാൽ പുകവലിക്കുമ്പോൾ പുകയിൽ അടങ്ങിയിരിക്കുന്ന ടാറ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ രാസവസ്തുക്കൾ വായു അറകളിൽ ശ്ലേഷ്മം അടിഞ്ഞുകൂടുന്നതിന് കാരണമാവുകയും അണുബാധ ഉണ്ടായി ശ്വാസകോശത്തിന് വീക്കം ഉണ്ടാകുന്ന അവസ്ഥയാണ് ബ്രോങ്കൈറ്റിസ്. എംഫിസീമ എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നു. പുകവലി മൂലം അതിലടങ്ങിയിരിക്കുന്ന ടാറ്, കാർബൺ മോണോക്സൈഡ് പോലുള്ള രാസവസ്തുക്കൾ കാരണം വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം ശ്വസന പ്രതല വിസ്തീർണം കുറയുന്നു. ഇങ്ങനെയാണ് എംഫിസീമ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ഡി, ജനീവ. ജനീവയിലാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം. എന്നാൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ന്യൂയോർക്കിലാണ്. ഐക്യരാഷ്ട്ര സംഘടന ന്യൂയോർക്ക്. യുണിസെഫ് അത് ന്യൂയോർക്ക് തന്നെ. IMF വാഷിംഗ്ടൺ DC-യിലാണ് ആസ്ഥാനം. IMFന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. ലോക വ്യാപാര സംഘടന അത് ജനീവയിലാണ്. ലോക വ്യാപാര സംഘടന ജനീവ. ഐക്യരാഷ്ട്ര സംഘടന ന്യൂയോർക്ക്, യുണിസെഫ് ന്യൂയോർക്ക്, IMF വാഷിംഗ്ടൺ DC, ലോക വ്യാപാര സംഘടന ജനീവ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്?
ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? ആൻസർ ഓപ്ഷൻ സി കരൾ. ഓപ്ഷൻ സി കരൾ. മറ്റു ഗ്രന്ഥികളാണ് പാൻക്രിയാസ് ഗ്രന്ഥി, തൈറോയിഡ് ഗ്രന്ഥി, തൈമസ് ഗ്രന്ഥി, അഡ്രിനൽ ഗ്രന്ഥി. അതിലെ പാൻക്രിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് ഗ്ലൂക്കഗോണും ഇൻസുലിനും. പാൻക്രിയാസിലെ ഐലൻഡ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന ഭാഗത്ത് ആൽഫ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഗ്ലൂക്കഗോൺ, ബീറ്റ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് തൈറോക്സിനും കാൽസിട്ടോണിനും. തൈറോക്സിനും കാൽസിട്ടോണിനും. എന്നാൽ തൈമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് തൈമോസിൻ. തൈമോസിൻ. അഡ്രിനൽ ഗ്ലാൻഡ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിൻ, നോർ എപ്പിനെഫ്രിൻ, കോർട്ടിസോൾ, ആൾഡോസ്റ്റിറോൾ. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, അല്ലെങ്കിൽ അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ എന്നറിയപ്പെടുന്നത്. ഇനി അതിന്റെ കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളാണ് കോർട്ടിസോളും ആൾഡോസ്റ്റിറോളും കൂടാതെ ലൈംഗിക ഹോർമോണുകളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ചലനരഹിത സന്ധിക്ക് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ ബി തലയോട്ടിയിലെ സന്ധി. ഏതാനും സന്ധികൾ കൂടി പരിചയപ്പെടാം. കീലസന്ധി. നട്ടെല്ലിന്റെ ആദ്യ കശേരുവുമായി തലയോട് ചേരുന്ന ഭാഗമാണ് കീലസന്ധി. ഇനി വിജാഗിരി സന്ധി എവിടെയാണ് കാണപ്പെടുന്നത്? കൈമുട്ടിലും കാൽമുട്ടിലുമാണ്. കൈമുട്ടിലും കാൽമുട്ടിലും കാണപ്പെടുന്ന സന്ധിയാണ് വിജാഗിരി സന്ധി. ഗോളര സന്ധി തോൾവലയം ഭുജാസ്ഥിയുമായി ചേരുന്ന ഭാഗത്താണ് ഗോളര സന്ധി കാണപ്പെടുന്നത്. ഗോളര സന്ധി തോൾവലയം ഭുജാസ്ഥിയുമായി ചേരുന്ന ഭാഗം. തെന്നി നീങ്ങുന്ന സന്ധിയാണ് കൈക്കുഴയിലും കാൽക്കുഴയിലും കാണപ്പെടുന്ന സന്ധിയാണ് തെന്നി നീങ്ങുന്ന സന്ധി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഒരു വിസർജന അവയവം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി വൃക്ക. മറ്റ് വിസർജനാവയവങ്ങളാണ് ത്വക്ക്, ശ്വാസകോശം, കരള്. ത്വക്കും ശ്വാസകോശവും കരള്. വൃക്ക പുറന്തള്ളുന്ന വിസർജന വസ്തുക്കളാണ് യൂറിയയും ജലവും. ഇനി ത്വക്ക് പുറന്തള്ളുന്ന വിസർജന വസ്തുക്കളാണ് ജലവും ലവണവും. ശ്വാസകോശം കാർബൺ ഡൈ ഓക്സൈഡ്, കരളാണെങ്കിൽ യൂറിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൃദയത്തിൽ 4 അറകളുള്ള ജീവി ഏത്? ആൻസർ ഓപ്ഷൻ ബി മനുഷ്യൻ. ഹൃദയത്തിൽ 2 അറകളുള്ള ജീവികളാണ് മത്സ്യങ്ങൾ. 2 അറകളുള്ളത് മത്സ്യങ്ങൾക്ക്. ഹൃദയത്തിൽ 3 അറകളുള്ളത് ഉരഗങ്ങൾക്കാണ്. ഉരഗങ്ങൾക്ക് ഹൃദയത്തിൽ 3 അറകളുണ്ട്. ഇനി മുതല, പക്ഷി, മനുഷ്യൻ ഇവയ്ക്ക് 4 അറകളാണുള്ളത്. 5 അറകളുള്ളതാണ് മണ്ണിരയ്ക്ക് ഹൃദയത്തിൽ 5 അറകളുണ്ട്. എന്നാൽ പാറ്റയ്ക്കാണെങ്കിൽ 13 അറകളുണ്ട്. ഹൃദയത്തില് 13 അറകളുള്ള ജീവിയാണ് പാറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി വീണ ജോർജ്. അപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ കൃഷിമന്ത്രി ആരാണ്? പി പ്രസാദ്. വ്യവസായം പി രാജീവ്. കൃഷിമന്ത്രി പി പ്രസാദ്, വ്യവസായം പി രാജീവ്, ധനകാര്യം കെ എൻ ബാലഗോപാൽ. വനം വന്യജീവി ആണെങ്കിൽ എ കെ ശശീന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി വിറ്റാമിൻ ബി ആണ് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിൻ. വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വൈറ്റമിൻ ബിയും സിയും ജലത്തിൽ ലയിക്കും. കൊഴുപ്പിൽ ലയിക്കുന്നവയാണ് എ ഡി ഇ കെ. ഇവയെല്ലാം കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ്. കാൽസ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. കാൽസ്യവും ഫോസ്ഫറസും ആഗിരണം ചെയ്യാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ ഡി ആണ്. കണ്ണ്,
ത്വക്ക്, മുടി ഇവയുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ എ ആണ്. കണ്ണ്, ത്വക്ക്, മുടി എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി. മാരകമായ അസുഖം കാരണം ദുരിതമനുഭവിക്കുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ എ താലോലം. ഓപ്ഷൻ എ താലോലം. കിടപ്പിലായവരെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. കിടപ്പിലായവരെ വീട്ടിലെത്തി പരിചരിക്കുന്ന പദ്ധതിയാണ് സാന്ത്വനം. അപ്പൊ ആശാകിരണം എന്താണ്? ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണെന്ത്? ആശാകിരണം. ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതിയാണ് ആശാകിരണം. ആശ്വാസകിരണമാണെങ്കിൽ കിടപ്പു രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് 600 രൂപ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. ആശാകിരണം ആശാ വർക്കർമാരുടെ ഇൻഷുറൻസ് പദ്ധതി. ആശ്വാസകിരണം കിടപ്പു രോഗികളെ സംരക്ഷിക്കുന്നവർക്ക് 600 രൂപ മാസ പെൻഷൻ നൽകുന്ന പദ്ധതിയാണ്. ഇനി ആയുർദളം. ആയുർദളം എന്ന് പറഞ്ഞാൽ എയ്ഡ്സ് ബോധവൽക്കരണമാണ് ആയുർദളം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 206. ഓപ്ഷൻ ബി 206. അപ്പോൾ കൈയിലെയും കാലുകളിലെയും അസ്ഥികളുടെ എണ്ണം എത്രയാണ്? ഒരു കൈയിൽ 30, അടുത്ത കൈയിൽ 30, അങ്ങനെ 2 കൈലുകളുമായിട്ട് 60. അപ്പൊ കാലുകളിലും 60, കൈയിലും കാലിലും 60 അസ്ഥികൾ വീതം. തലയോട്ടിയിൽ 29 അസ്ഥികൾ ചേർന്നാണ് തലയോട് നിർമ്മിച്ചിരിക്കുന്നത്. 29 അസ്ഥികൾ. നട്ടെല്ലാണെങ്കിൽ 26 അസ്ഥികളാണ് നട്ടെല്ലിനുള്ളത്. തോൾവലയത്തിനാണെങ്കിൽ 4 അസ്ഥികൾ, 2 എണ്ണം വീതം 4 അസ്ഥികളാണ് തോൾവലയം. മാറലിൽ 1, മാറലിൽ 1 അസ്ഥിയാണുള്ളത്. ശ്രേണി വലയത്തിൽ 2, 1 വീതം 2 എണ്ണം വെച്ച് ശ്രേണി വലയത്തിൽ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ. മറ്റ് ജീവിതശൈലി രോഗങ്ങളാണ് പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, ഹൃദയാഘാതം. പ്രമേഹം, ഫാറ്റി ലിവർ, പക്ഷാഘാതം, ഹൃദയാഘാതം ഇവയെല്ലാം ജീവിതശൈലി രോഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ജലദോഷത്തിന് കാരണമാകുന്ന രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ ബി വൈറസ്. ഓപ്ഷൻ ബി വൈറസ്. വൈറസ് പരത്തുന്ന മറ്റു ചില രോഗങ്ങളാണ് നിപ്പ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, ചിക്കൻ പോക്സ്. നിപ്പ, എയ്ഡ്സ്, ഹെപ്പറ്റൈറ്റിസ്, ചിക്കൻ പോക്സ് വൈറസ് പരത്തുന്ന രോഗങ്ങളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? കോളറയ്ക്ക് കാരണമാകുന്ന രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ എ ബാക്ടീരിയ. ഓപ്ഷൻ എ ബാക്ടീരിയ. അപ്പോൾ മറ്റ് ചില ബാക്ടീരിയൽ രോഗങ്ങളാണ് ടൈഫോയിഡ്, കോളറ, ന്യൂമോണിയ, കുഷ്ഠം, ക്ഷയം. ഇതൊക്കെ ബാക്ടീരിയൽ രോഗങ്ങളാണ്. ടൈഫോയിഡ്, ന്യൂമോണിയ, കുഷ്ഠം, ക്ഷയം ഇവയെല്ലാം ബാക്ടീരിയൽ രോഗങ്ങളാണ്. ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.